ഇതിൽ എന്തോന്ന് ഇത്ര പേടിക്കാൻ വേണ്ടിയിട്ട്? എൻ്റെ കൈയും കാലും ഒടിയാത്തിടത്തോളം കാലം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. ആ അതാ എന്റെ പേടി. ഏട്ടൻ എന്റെ ആങ്ങളമാരെ അറിയില്ല. അവരെങ്ങാനും ഏട്ടന്റെ കൈയും കാലും തല്ലി ഓടിച്ചാലോ? അവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. അവരാരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകണത്. അപ്പൊ ഒളിച്ചോടിയ നമ്മള് മൊബൈൽ ഫോൺ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? മൊബൈൽ ഫോൺ ഇല്ലാതെയോ? മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ കാണും. എന്നാ പിന്നെ എവിടെ പോയാലും അവർ നമ്മളെ കണ്ടുപിടിക്കും. എൻ്റെ ഒരാങ്ങളെ സൈബർ സെല്ലിലാ വർക്ക് ചെയ്യുന്നത്. നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ മണ്ടു. നീ 10 പൈസയുടെ ചെലവില്ലാതെ ഇറങ്ങി പോകുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വേണമെന്ന്. ഇതിപ്പം വേറെ സമുദായത്തിൽ നിന്ന് ഒരാളുടെ കൂടെ ഒളിച്ചോടിയ. പ്രേമിക്കുന്നതിന് മുമ്പ് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഞാൻ അന്യ സമുദായക്കാരനാണെന്ന്? പിന്നെ ഇപ്പൊ എന്താണ് ഒരു പൂല്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. എങ്ങനെയല്ല പറഞ്ഞത്? നീ പേടിക്കാതെ. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ നമ്മൾ ആരും ഒരു ചുക്കും ചെയ്യൂല. നീ നാളെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ മതി. ഞാൻ ബൈക്കുമായിട്ട് അവിടെ വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. 6 മണിക്കോ? ഞാൻ എണീക്കുമ്പോ തന്നെ 8 മണിയാവും. അതേട്ടനെ അറിയാലോ. അലാറം വെച്ച് കിടന്നാ മതി. എന്നാലും എനിക്ക് എന്തോ ഭയങ്കര പേടിയാവുന്നു. ഞാൻ നിനക്കൊരു പർദ്ദ വാങ്ങിച്ചു തന്നിട്ടില്ലേ? അതിട്ടുകൊണ്ട് ഇങ്ങ് പുറത്ത് വന്നാൽ മതി. ഞാനൊരു ഹെൽമെറ്റും വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആരും കണ്ടുപിടിക്കൂല. പക്ഷേ ഈ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും ഡിലേ ഉണ്ടായാലോ? എന്ത് ഡിലേ? 2 സാക്ഷികളുണ്ടെങ്കിൽ 10 മിനിറ്റിനകത്ത് കാര്യം നടക്കും. എന്നാലും എനിക്ക് പേടിയാ. നീ എന്നെ കൈവിടല്ലേ മണ്ടു. എത്ര മാസം നിന്റെ പുറകെ നടന്നിട്ടാ ചൊവ്വാദോഷക്കാരിയായി നീ എനിക്കൊരു പുഞ്ചിരി തന്നത്. പിന്നെ എത്ര മാസം പുറകെ നടന്നിട്ടാ നീ എനിക്കൊരു മിസ് കോൾ ചെയ്തത്. പിന്നെ എത്ര മാസം കഴിഞ്ഞിട്ടാ നീ എനിക്കൊരു മെസ്സേജ് വിട്ടത്. എനിക്കൊന്നും മറക്കാൻ പറ്റില്ല മണ്ടു. എൻ്റെ ഹൃദയം നിന്റെ സ്നേഹത്തിന്റെ മാംസരിക വലയത്തിലാണ്. ഏട്ടൻ മാംസരികമല്ല, മാസ്മരികം. ഏട്ടൻ വിഷമിക്കണ്ട. നാളെ അലാറം വെച്ച് 6 മണിക്ക് തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ വരും. എൻ്റെ മണ്ടു, നീയാണ് യഥാർത്ഥ കാമുകി. പോയേട്ടാ അവിടുന്ന്. എൻ്റെ പൊന്ന്. പൊന്നെത്ര പവനുണ്ട്? പൊന്നോ? നീ ഇങ്ങനെ പൊരയെന്നറിഞ്ഞ് ഭിത്തിയും പൊട്ടിച്ച് നിൽക്കല്ലേ? നിന്റെ ആങ്ങളമാരെന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. അതാണോ? 12 പവനുണ്ട്. പക്ഷെ 7 പവനേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയും കൂടെ എടുത്തോണ്ടെങ്കിൽ പോന്നാ മതി. അവന്മാർക്ക് അത്രയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണ്ട. പഠിക്കട്ടെ. പിന്നെ വെപ്രാളപ്പെട്ട് ഒളിച്ചോടാൻ നിൽക്കുമ്പോഴാ പൊന്ന്. ഏട്ടന് പൊന്നാണോ ഞാനാണോ വലുത്? നീ തന്നെയാണ് വലുത്. പക്ഷെ എനിക്കൊരു ജോലി കിട്ടും വരെ നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ നിന്റെ അമ്മയുടെ മാലയും കൂടെ ഇങ്ങ് എടുത്തോ. ശരി ഏട്ടാ. അയ്യോ, സ്റ്റാർട്ട് ആവണില്ല. ബാഗ് പിടി, ബാഗ് പിടി. ഇങ്ങോട്ടൊന്ന് ഓടിച്ചോണ്ട് വന്നാണ്. എനിക്കെങ്ങനെ അറിയാം? ഹലോ, എന്തു പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി സ്റ്റാർട്ടാണല്ലേ? ഓ, എവിടെ പോണു രാവിലെ? രാവിലെ ഇവിടെ ആ സുലൈമാന്റെ വീട്ടിൽ കല്യാണത്തിന് പോണായിരിക്കും. കല്യാണത്തിന്. ഇത് ഞാൻ ശരിയാക്കി തരാം. 2-3 കൊല്ലം ഗൾഫിൽ 2 വീലർ പണി ആയിരുന്നല്ലേ? സ്റ്റാർട്ടർ വലിയ ഇരിപ്പുണ്ടോ? സ്പാനർ ഇല്ല. ഇത് പേടിക്കേണ്ട, എന്റെ വീട് അപ്പുറത്ത് തന്നെ. കേറി ഇരുന്നോ, നന്നാക്കിട്ട് ഞാൻ വിളിക്കാം കേട്ടാ. കൊറേ അത് ഇങ്ങോട്ട് ഓടിച്ചോണ്ടാണ് ശരിയാക്കി തരാ, പേടിക്കണ്ട. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെടരുത്.
വൈഫായിരിക്കും അല്ലേ? നല്ല കുട്ടി, നല്ല അടക്കം ഒതുക്കമൊക്കെ ഉള്ള കുട്ടിയാണ്. ഞാൻ ശരിയാക്കി തരാല്ല. ശരിയാക്കണ്ടേ? ഓക്കെ അല്ലേ? മതി 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 അല്ലാതെ കയറണേ. മതി മതി ചേട്ടാ, വളരെ സന്തോഷം കേട്ടോ. നമുക്ക് വേണ്ടി ഇതുപോലത്തെ പെങ്ങളെ സൂക്ഷിച്ചു പോണേ. താങ്ക് യു കേട്ടോ. ഭാഗ്യം എന്നെ തിരിച്ചറിയാഞ്ഞത്. അയാളെ നിനക്കറിയോ? എന്റെ രണ്ടാമത്തെ ഏട്ടനെ ഒന്ന് പോ. എടാ സുഗത, ഇതുപോലെ നടപ്പുള്ള കാര്യമാണ്. എടാ അവൻ അവിടുന്ന് പോന്ന് വിളിച്ചാലേ ദാ ഇപ്പൊ എത്തും. പക്ഷെ എവിടെ പോയി കിടക്കണവേ? സമയമായിന്നറിയാം. ദടാ വന്നല്ല. കുഴപ്പമൊന്നുണ്ടായില്ല, ആരും കണ്ടില്ലല്ലേ? അയ്യോ, ഭാഗ്യത്തിന് ആരും കണ്ടില്ല. അവൾ ആങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പോയിട്ട് വരാം. എടാ നീ അവിടെ നിൽക്ക്. ആങ്ങളെ കണ്ട ആകെ പ്രശ്നം, അയാൾ പിന്നാലെ വരുമല്ലോടാ. അയ്യോ, ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ല. ആ പെണ്ണ് ഇത് തന്നെയല്ലേ? പെണ്ണി തന്നെയല്ലേ? ഞാൻ തന്നെ ഏട്ടാ. എന്നാലേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ പറ. ഡ്രസ് മാറ്റി. ലോലിത, സത്യം പറഞ്ഞ ഈ ഒളിച്ചോട്ടം രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാട്ടോ. അടി ഏത് വഴിക്കാ വന്നെന്ന് അറിയില്ലേ? എടാ നീ വെറുതെ ആ കൊച്ചിനെ പേടിപ്പിക്കില്ല, അതാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. എവിടെയാണ് രജിസ്റ്റർ ഓഫീസ്? അതിവിടെ അടുത്ത 4 കിലോമീറ്റർ എടപ്പള്ളിക്കോട്ട. പിന്നെ പോവാം, പെട്ടെന്ന് പോവാം. എനിക്ക് പേടിയാവുന്നു. അത് ആദ്യമായിട്ടാ, പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ രണ്ടാളില്ലേ സാക്ഷിയായിട്ട്. അതെ, മന്മഥൻ ഇതുപോലെ രജിസ്റ്റർ കല്യാണം കഴിച്ചതാ. അതുകൊണ്ട് അനുഭവമുണ്ട്. അതിന് അവനെ തന്നെ ഒരു ജാമ്യത്തിലെടുത്തത്. നമ്മൾ 4 പേരും കൂടെ എങ്ങനെ പോവും? വണ്ടി എന്റെ കാറ് കിടക്കല്ലേ? പിന്നെ പോവാം. ഇത് ബൈക്ക് അങ്ങോട്ട് മാറ്റി വെക്ക്. പേടിക്കേണ്ട വല്ല കാര്യമുണ്ടാ? അതെ, ആ വണ്ടിയിലിരുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കും. ഇത് പിടി. ഇതൊക്കെ ഇവിടെ ചെറുന്ന് മാറ്റി ന്യൂട്രാക്കാതെ. പോവാം പോവാം പോവാം. കേറിക്കുമ്പോളെ ഫ്രണ്ടിലല്ല, നീ ബാക്കിലിരിക്കും. അല്ല, ഫ്രണ്ട് ഇരിക്കണല്ലേ ഗമ. ഗമയല്ല, നീ എവിടെ നിന്ന് കിട്ടി സുഖ ഇതിനെ? മന്മഥാ എന്നാ കിട്ടോ. ഹലോ. ആ ഇല്ല, ഇന്നിപ്പോ ചൊവ്വാഴ്ച കാരണം വലിയ രജിസ്ട്രേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ വലിയ തിരക്കൊന്നുമില്ല, ആരും എത്തിയിട്ടൊന്നുമില്ല. അത് ശരിയായിട്ടില്ല. അത് ഞാനേ അവര് കുടുംബക്കാര് തമ്മിൽ ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പൊ അവര് കുറച്ചു പേര് പുറത്തൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവര് വന്നിട്ട് ഞാൻ അതിന്റെ സ്ഥലത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ നടക്കും. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ വിളിക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. എന്തേ ആയിരിക്കും? എന്താണ്? ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്നതാണ്. അത് ആരാ? എഴുത്തുകാരൻ ആരാണ്? എഴുത്തുകാരനോ? ആധാര എഴുത്തുകാരനെ? അതാ നമ്മളെ ആധാര എഴുത്തുകാരനെ കൊടുത്തിട്ടില്ല. ആധാര എഴുത്തുകാരല്ലാണ്ട് പിന്നെ എന്ത് രജിസ്ട്രേഷനാണ്? മാരേജ് രജിസ്ട്രേഷന് വന്നതാണെന്ന് പറ. രജിസ്റ്റർ മാരേജിന് വേണ്ടിട്ട് വന്നതാ. നേരെ രജിസ്ട്രേഷന് വന്നാ? ഈ ചൊവ്വാഴ്ച ദിവസം ഈ നേരം കെട്ട നേരത്താണ് രജിസ്ട്രേഷന് വന്നേക്കണത്. ഒളിച്ചോടി വന്ന് കല്യാണം കഴിക്കുമ്പോ ആര് ചൊവ്വാഴ്ച നോക്കാനാ? എന്താ പറഞ്ഞത്? നേരം നോക്കി തടി കേടാവും. നമ്മളെ കല്യാണം കഴിപ്പിച്ച് പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ കഴിഞ്ഞിട്ട് പോണം. ഇപ്പൊ തന്നെ പോണോ? എന്നാ വേഗം പോയിക്കോളെ. എടോ, ഇത് അമ്പലത്തിൽ ഇങ്ങനെ താലി കെട്ടണ മാതിരി എത്രയും പെട്ടെന്ന് ഒരു മാല അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇത് ഇവിടെ അതിൻ്റെതായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാക്കാൻ ശരിയാക്കണം. ഇത് ജീവന്റെ പ്രശ്നമാണ് സാറേ. അവന്മാരറിഞ്ഞ അടിച്ചു ഒന്ന് കെട്ടിത്തൂക്കും. ആരെ? ഞങ്ങളെ 4 ആളെ. നിങ്ങളെ ഇന്ന കല്യം കൊല്ലൊന്നും ഇല്ലല്ലോ. പറയാൻ പറ്റൂലേ സാറേ, അവന്മാർ അങ്ങനെയുള്ള കൂട്ടത്തിലാണ്. സാർ ഇത് എത്രയും പെട്ടെന്ന് നടത്തി ഞങ്ങളെ പറഞ്ഞു വിട്. ഇത് ആരപ്പത്? ചെറുക്കനാരാണ്? ചെറുക്കൻ ഇതാണ്. ചെറുക്കൻ എന്താ? എന്റെ വീട് എവിടെ? അവനവൻ ചേരി. അപ്പൊ അവനവന്റെ കാര്യം നോക്കിട്ട് നടന്നാ പോരാ, വേണ്ടാത്ത ഈ പണിക്കൊക്കെ നിക്കണം. സാറ് രജിസ്ട്രേഷൻ ചെയ്ത് വിട് സാറേ. ഇത് പെൺകുട്ടി ആരാണ്? പെൺകുട്ടി എന്റെ പേരെന്താ? മണ്ടോദരി. അപ്പൊ അതൊക്കെ ഉണ്ടാവും. എന്റെ പേര് വാങ്ങി തന്നെ സംഗതികളൊക്കെ. എവിടെ എന്റെ വീട്? എവിടെ? കൊട്ടാരക്കര. കൊട്ടാരക്കരയില എന്റെ വീട്? എന്റെ വീട് അവനവൻ ചെയ്തി. എന്നിട്ട് പിന്നെ എന്തിനാണ് രണ്ടും കൂടി ഇവിടെ വന്ന് നിൽക്കണത്? കുറ്റും പറക്കി ഇങ്ങോട്ട് പോകുന്ന എന്തിനാണ്? ഇത് രജിസ്റ്റർ ഓഫീസ് ഏതാണ്? എടോ, ഈ പരിധിയിലുള്ള ഈ രജിസ്റ്റർ ഓഫീസിന്റെ പരിധിയിലുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമാണിത്. സാറ് മനസ്സിലായില്ല. ഈ രജിസ്റ്റർ ഓഫീസിന്റെ പരിധിയിൽ താമസിക്കുന്ന പെണ്ണോ പുരുഷനോ ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമാണിത്. അപ്പൊ ഈ സ്ഥലം വിൽപ്പന നടത്തുന്ന രജിസ്ട്രേഷൻ ഏത് രജിസ്റ്റർ ഓഫീസിലും നടത്തുന്നുണ്ടല്ലോ. ഇയാൾ എന്താ ഈ പറയുന്നത്? സ്ഥലം വിൽക്കണതൊക്കെ അത് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അതേമാതിരിയാണോ കല്യാണം കഴിച്ചു വിടുന്നത്? സാറേ, ഈ ഭൂമി കല്യാണമായിട്ട് ബന്ധമുണ്ടല്ലോ. അല്ല, അത് ബന്ധമുണ്ട്. അതിപ്പോ ഭൂമി കൊടുക്കാണ്ട് ഒരു ചെക്കനും ഒരു പെണ്ണിനും അങ്ങോട്ട് എടുക്കില്ല. അതേമാതിരി അല്ല അത് ഇവിടെ നടക്കില്ല.
അതെ, അതിപ്പോ എന്തായാലും അവൻ ആദ്യമായിട്ട് പാവം വിവരമില്ലാണ്ടൊന്ന് പ്രേമിച്ചു പോയി. എങ്ങനെയെങ്കിലും സാർ ഇടപെട്ടിട്ട് അവരൊന്ന് കല്യാണം കഴിപ്പിച്ചു. അതെങ്ങനെയാണ് എന്ത് ഞാൻ ഇടപെട്ടെന്ന് പറഞ്ഞ ഞങ്ങളെ കുറച്ച് കായ് എന്തെങ്കിലും വന്ന് സഹായിക്കാനാ ചായ ചെയ്യാം. അതല്ല ഇനി നിങ്ങൾക്ക് വേറെ വല്ല തരത്തിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കാനാണെങ്കിൽ അത് ചെയ്യാം. അല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. സാറേ ഞാൻ കാര്യമായിട്ട് പറയാം, സത്യം പറയാം, അവനൊരു പാവാണ്. അവൻ അറിയില്ല, അതുകൊണ്ടാ. എന്താ ഒരു സെക്കൻഡ് കൊണ്ട് പാവായി പാവം. അല്ലെ എന്താണ് പാവം? ഒന്നാമത് നീ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക്. അതല്ല സാർ അവരെ ജീവൻ ഹാനിയാകുന്ന അവസ്ഥയാണ്. അവര് ആത്മഹത്യയുടെ വക്കിലാണ് സാർ അവര്. ഇവരോ എന്തിനാ ഒക്കത്ത് നിൽക്കണം? അങ്ങനെ ചാടിക്കോട്ടെ. ഇജാതി വർത്താനൊന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യം രജിസ്റ്റർ ഓഫീസാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ എന്തെങ്കിലും വന്നാൽ അത് നിങ്ങളുടെ അങ്ങോട്ട് രജിസ്റ്റർ കല്യാണം എന്ത് തമാശ കളിക്കാൻ. അല്ല സാറെ, പറ്റാനുള്ളത് പറ്റി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആർക്ക് പറ്റിയെന്ന് ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ തീർക്ക്. ഇവിടെ നെച്ചു പോയ കുട്ടികളുടെ ഒരു ജീവന്റെ പ്രശ്നമല്ലേ സാർ? ഇനിയിപ്പോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഒന്നാമത് അന്നെ കൂട്ടി വന്ന് തെറ്റാ എല്ലാം അറിയാതെ സാറേ, നമ്മളിപ്പോ എന്താ ചെയ്യും? നിങ്ങളിപ്പോ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പരസ്പരം ഈ കുടുംബത്തിൽ ചെല്ലാൻ പറ്റേ. രണ്ടാണ് കുടുംബത്തിൽ ചെന്നിട്ട് അത് നടക്കില്ല, അത് നടക്കില്ല, അത് നടക്കില്ല. അത് നടക്കില്ല. സാർക്ക് ആ കുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് സാർക്ക് അറിയാഞ്ഞിട്ടാണ്. അത് പറ്റില്ല. രജിസ്റ്റർ ചെയ്യേണ്ട കാര്യത്തിൽ ഇപ്പൊ അവരറിയാണ്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അല്ല ഞാനെന്ത്, ഞാൻ വരെ ബന്ധുക്കളൊന്നുമില്ല. നിങ്ങൾ ഇന്നോട് വന്നിട്ട് ഞങ്ങളും ബന്ധുക്കളല്ല സാർ, ഒരു മാനുഷിക പരിഗണന വെച്ച് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്താ അറിയുന്നുണ്ടോ? എന്താ അറിയുന്നത്? എവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? അല്ല ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തതാ? സമാളിപ്പിട്ട് എന്താ രജിസ്റ്റർ ഓഫീസാണ്, ഇത് ആൾക്കാർ കാണൂ. കരയില്ല. നിങ്ങൾ ഇജാതി പണിയൊക്കെ ചെയ്യണ പോക്കടിച്ചാണ്. എന്നാലും വേണ്ടിയില്ല, കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നല്ല സ്ഥിരമായിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു. അതായത് ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയുടെ വീടുണ്ടല്ലോ, ഈ കുട്ടിയുടെ വീടിന്റെ പരിധിയിൽ രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. അതല്ലെങ്കിൽ വേണ്ട ഓന്റെ പരിധിയിൽ, അതായത് ഇപ്പൊ ഈ കുട്ടിയുടെ അവനും ശരി അവനവന്റെ കാര്യം നോക്കാൻ അറിയാത്തോണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. എന്തിനോട്ടെ അവനവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവിടെ രജിസ്റ്റർ ഓഫീസിന്റെ പരിധിയിലോ ചെന്നിട്ട് വേണം നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ. അതാണ് ഇപ്പോ അത് മതി. കാലുകുത്താൻ പറ്റില്ല. അത് കാലുകുത്ത് ഇവിടും കാലുകുത്താൻ പറ്റില്ല. ഇവിടുന്ന് പോവാ നിങ്ങള് ഇന്നെ ഇടങ്ങറാക്കല്ലേ. കാരണം ഇവിടെ പല കാര്യങ്ങളും നടക്കണം. ഒരു കാര്യം, എന്റെ നാട്ടിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വേഗം അവിടെ ചെന്ന് അന്വേഷിക്കാം. അവിടത്തെ കാര്യം ഞാൻ ഞാനും അറിയണ ആളല്ലേ. അപ്പൊ അങ്ങനെ ആയിക്കോളെ കേട്ടോ. നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് പറഞ്ഞു ചെയ്യാം. പോയിക്കോ പോയിക്കോ. എന്ത് ഹാലാക്കാതെ ചക്കം പടം വന്ന് കഴിഞ്ഞ് നിലവിളിച്ചാല് ഓന്റെ കരച്ചിലേട്ടോ. ഓന്റെ വാപ്പ ഞാനാ വിചാരിക്കും. എന്താ സാറേ, ആധാരം രജിസ്റ്റർ ചെയ്യാനാണെന്ന് തോന്നുന്നു. കുറച്ച് പേര് വരുന്നുണ്ട്. വരട്ടെ വരട്ടെ. നമസ്കാരം. നമസ്കാരം. എന്താ പ്രശ്നം? ആധാരമാണോ? ആധാരമല്ല, കല്യാണം. മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നു. ആരാ ചെറുക്കൻ? ചെറുക്കൻ ഇതാണ്. ചേർച്ചക്കുറവുണ്ട് കേട്ടാ. അല്ല, നിറക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ കറുപ്പിനെ നിങ്ങൾ നിറവായിട്ട് അംഗീകരിച്ചിട്ടില്ലേ? ഞാൻ പോണു. സുമേഷേ, താൻ ഇവിടുത്തെ പ്യൂണല്ലേ? ഇത് സബ് രജിസ്ട്രാർ ഓഫീസാണ്. ഇവിടെ പല ആളുകളും വരും പോവും. താൻ തന്റെ പണി എന്താണെങ്കിലും അത് നോക്ക്. ശരി, പോ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇരിക്കൂ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാണ് ലോലിതൻ. ഈ പ്രായക്കുറവിന്റെ എടുത്തുചാട്ടം കൊണ്ട് ഈ കൊച്ചിനെ കയറി അങ്ങ് പ്രേമിച്ചു. ലോലിതന് എത്ര വയസ്സായി? 30. എത്ര? 32. എത്ര വയസ്സ്? 32 വയസ്സ്. അപ്പൊ പ്രായത്തിന്റെ എടുത്തുചാട്ടല്ല സാറേ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സാറ്. ഞങ്ങളൊന്ന് സഹായിക്കണം. അരമണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ മാരേജ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് തരണേ സാറേ. അരമണിക്കൂർ കൊണ്ടോ? ഇതിനൊക്കെ ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. കുട്ടിയുടെ പേരെന്താ? മണ്ടോദരി. എത്ര വയസ്സായി? 27 വയസ്സ്. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എവിടെ കാണിക്കൂ? വണ്ടിയിലുണ്ട്. വണ്ടിയിൽ വെച്ചിട്ട് എടുത്തു വരണ്ടേ? ആകെ മൊത്തം ഭയങ്കര ടെൻഷനിലാണ്. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടന്നെയാണല്ലേ? കുറച്ച് സ്ട്രോങ് ആണ്. ID പ്രൂഫ് വേണം. കുട്ടിക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞത്? 27. 27.
ആ ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി. ഈ നിൽക്കുന്ന ലോലിത് എന്ന് പറയുന്ന കക്ഷിയെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് താല്പര്യമാണോ? ആണോ? അതെ. അതെ. അപ്പോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന ജയപരാജയങ്ങൾ, ഭാഗ്യനിർഭാഗ്യങ്ങൾ എല്ലാം സഹിക്കാൻ കുട്ടി തയ്യാറാണോ? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? തയ്യാറാണെന്ന് പറ. തയ്യാറാണെന്ന് പറയണ്ട, അതാ കുട്ടി പറയും. പറഞ്ഞു പറയിപ്പിക്കണ്ട, പറയൂ. ഭാഗ്യനിർഭാഗ്യങ്ങൾ സഹിക്കാൻ കുട്ടി തയ്യാറാണോ? ഈ ഭാഗ്യവും വിജയവും ഒക്കെ സഹിക്കാൻ സാർ. പക്ഷെ പരാജയവും നിർഭാഗ്യവും ഒക്കെ ഒരു പരിധി വരെ സഹിക്കാം. പരിധി വിട്ടാലോ? സാർ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? കല്യാണം കഴിക്കാൻ വന്നാലും കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്ക്. ഒരു സബ് രജിസ്ട്രാർക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. എന്റെ ജോലികളിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. സോറി സാർ. ആ നിങ്ങളോ? നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വന്നതാണോ അതോ? അതെ, എന്ത്? എന്റെ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും സാർ, അങ്ങനെ വന്നു പോയതാണ്. മനസ്സെന്ത് പറയും? കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കാൻ. ശരി. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. അതായത് ചെറുക്കന് 21 വയസ്സും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് 18 വയസ്സും പൂർത്തിയാവണം. അതൊക്കെ ഇവിടെ പൂർത്തിയായി. അത് പൂർത്തിയായി. ജാതി നമുക്ക് പ്രശ്നമല്ല. ഈ കേസിൽ 1 മാസം മുമ്പ് നിങ്ങൾ അപേക്ഷ നൽകുകയും വേണം. അതെങ്ങനെയാണ് സാറേ ഇനി 1 മാസം മുമ്പ് നമ്മൾ അപേക്ഷ നൽകുന്നത്? ഞങ്ങളിപ്പോ ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ വന്നില്ലേ? ഈ പോയ 1 മാസം ഇനി തിരിച്ചു വരും. പോയ 1 മാസം തിരിച്ചു വരണ്ട. നിങ്ങൾ ഇന്ന് അപേക്ഷിക്കുക. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കല്യാണം രജിസ്റ്റർ ചെയ്യാം. 1 മാസം? എന്താണ് സാറേ പറയണത്? അല്ലാതെ പിന്നെ എന്താ സാറേ 15 വർഷം മുമ്പ് ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോ 2 സാക്ഷികളെ കൊണ്ടുവന്ന് ഒപ്പിട്ട് നിസ്സാരമായിട്ട് അപ്പൊ തന്നെ കല്യാണം നടന്നില്ലേ? അത് അന്ന് ഈ പ്രശ്നമില്ലായിരുന്നു. അന്ന് ഒരു ഉടമ്പടി മാത്രം മതി, ഒരു എഗ്രിമെന്റ്, പിന്നെ 2 ആളുടെ സാക്ഷി. ഇപ്പൊ പിന്നെ എന്താ സാറേ നിയമം മാറിയോ? 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതിൽ ആ ഉടമ്പടി അങ്ങ് എടുത്തു കളഞ്ഞത് മാത്രം. ഇപ്പോ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 മാസം മുമ്പ് അപേക്ഷിക്കണം. അപ്പോ നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ നമ്മളൊരു നോട്ടീസ് പതിക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നറിയാം. അത് പേടിക്കണ്ട, ഇവനാരും പരാതിയായിട്ട് വരാനില്ല. അതുപോലെ ഈ പെൺകുട്ടിയുടെ താമസ സ്ഥലം ഉൾപ്പെടുന്ന സബ് രജിസ്റ്റർ ഓഫീസിലും നമ്മൾ ഈ നോട്ടീസ് പതിക്കും. സാറേ അത് ഇവിടെ മാത്രം ഒട്ടിച്ചാ പോരെ? പോരാ, അത് ഇവിടെയും പതിക്കും, അവിടെയും പതിക്കും. എന്നിട്ട് 1 മാസത്തിന്റെ ഉള്ളിൽ പരാതികളൊന്നും ലഭിച്ചില്ല എങ്കിൽ ഈ വിവാഹം നടക്കും. പരാതി കിട്ടിയാൽ എന്ത് ചെയ്യും സാർ? പരാതി കിട്ടിയാൽ 2 പേരെയും വിളിച്ചു വരുത്തി രജിസ്ട്രാർ 2 പേരിൽ നിന്നും വാദം കേൾക്കും. എന്നിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്താണെങ്കിൽ അത് നടപ്പിലാക്കും. അങ്ങനെയാണ്. ഫീസ് വല്ലതും ഉണ്ടോ സാർ? ഉണ്ടല്ലോ. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ. പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന അന്ന് ഒരു 1100 രൂപ. അതെന്തിനാ 1100? അതായത് സോളംനൈസേഷൻ 1000 രൂപ, പിന്നെ രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ. അങ്ങനെ. സുധേട്ടാ, ഇത് നടക്കും തോന്നില്ല. സുധേട്ടാ, ഇത് നടക്കും തോന്നില്ല. അവിടെ നിക്ക്. ഇങ്ങനെ കരഞ്ഞ ആ പെൺകൊച്ചിനോട് ധൈര്യം കൊടുക്കേണ്ട താനല്ലേ? ഇതല്ലേ ധൈര്യം കൊടുക്കേണ്ടത്? ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതൊക്കെ ചെയ്താൽ മതി. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാം. കല്യാണം കഴിയാതെ 1 മാസം താമസിച്ചാൽ ഇവിടെ ആങ്ങളമാർ എന്നെ തല്ലിക്കൊന്ന് ഇവിടെ വിളിച്ചോണ്ട് പോകും. ഒന്ന് കരച്ചിൽ നിർത്തും. ഈ കുട്ടിയുടെ ആങ്ങളമാർ എങ്ങനെ അറിയാനാ നിങ്ങളിപ്പോ എവിടെ ഉള്ളതെന്ന്? അതൊക്കെ അവന്മാരറിയും. ഒരാങ്ങളെക്ക് സൈബർ സെല്ലാണ് ജോലി. അവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസിലിട്ട് ആരെങ്കിലും ഒക്കെ പറഞ്ഞ അവന്മാരറിയും. എല്ലാരും കൂടെ ഒന്ന് എന്നെ തല്ലിക്കൊല്ലും. എങ്ങനെയെങ്കിലും സാറേ ഞങ്ങളുടെ മാരേജ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് തരണം സാറേ. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും സാറേ. ഒന്ന് ചെയ്തു സാർ. സാറിന്റെ മോനെ പോലെ കാണും സാർ. ലൂലിത, ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിയമമാണ്. നിങ്ങൾ 1 മാസം കാത്തിരുന്നേ പറ്റൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 സാക്ഷികൾ വേണം. എന്താ സാറി പറയുന്നത്? 2 സാക്ഷികൾ പോരെ? 2 സാക്ഷികൾ പോരാ, 3 പേര് വേണം. ഇനിയിപ്പോ ഒരാൾക്ക് എങ്ങടെ പോകും? അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. 100 രൂപ അടച്ച് അപേക്ഷ എഴുതി വെച്ചിട്ട് പോയിക്കോളൂ. പിന്നെ എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതുകൂടെ കൊണ്ടുവരണം. നീ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കണേ? എന്തെങ്കിലുമൊക്കെ മിണ്ട്. ഞാൻ എന്ത് പറയാനാ? 10 മിനിറ്റ് കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നും പറഞ്ഞ് നിങ്ങളല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ. ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ ബാഗും ഉടുപ്പൊക്കെ ആയിട്ട് തിരിച്ചു പൊക്കോളാം. തിരിച്ചു പോയാലും ആകെ പ്രശ്നമാകും. എന്റെ ഏട്ടന്മാര് കാണാതിരുന്നാ മതി.
എനിക്ക് പേടിയാ. ലോലിത, തൽക്കാലം മണ്ടോദരി ഇപ്പൊ വീട്ടിൽ പോട്ടെ. നമുക്ക് ഇന്ന് അപേക്ഷ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാലോ. 1 മാസം നോട്ടീസ് ഇട്ട ഇവിടെ ആങ്ങളമാരെല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലിക്കൊല്ലും. ദേ, എനിക്കറിഞ്ഞ ഞാൻ ഇട്ടിട്ട് പോട്ടോ. സാറേ ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഇട്ടിട്ട് പോവാണെങ്കിൽ ഇട്ടിട്ട് പോണം. അതല്ല, ഇവരുടെ ആങ്ങളമാർ ഈ നോട്ടീസ് ബോർഡിൽ എഴുതിയത് അറിയാതിരിക്കാൻ എന്താ ചെയ്യാ? അതിനിപ്പോ ഒരു വഴിയുണ്ട്. ഞാനത് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവന്റെ കരച്ചിൽ കാണുമ്പോൾ അത് പറഞ്ഞു തരാതിരിക്കാനും വയ്യ. അതാ സാറേ, അതായത് നോട്ടീസ് പതിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലി, അത് വലിച്ചു കയറി കളയുക എന്നുള്ളത് നിങ്ങളുടെ ജോലി. എന്താ എനിക്ക് അതായത് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ നമ്മളൊരു നോട്ടീസ് പതിക്കും. നിങ്ങൾ വൈകുന്നേരം വന്ന് അതങ്ങ് വലിച്ചു കയറി കളയണം. കീറി കളഞ്ഞ പിന്നീട് അത് ഒട്ടിക്കില്ലേ? പിന്നീട് ഒട്ടിക്കില്ല. ഒരു വിവാഹത്തിന്റെ നോട്ടീസ് ഒരു പ്രാവശ്യമല്ലേ ഒട്ടിക്കൂ. അതെ. അതാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, കൊട്ടാരക്കരയിലെ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് അവിടെ എപ്പോ ഒട്ടിക്കുന്നു അത് നീ ചെയ്ത് കളഞ്ഞേ. കൊട്ടാരക്കരത്തെ കാര്യം ഞാൻ ഏറ്റില്ല. മിണ്ടരുത്, നിന്നൊരു കാര്യം ഞാൻ ഏൽപ്പിക്കില്ല. 15 കൊല്ലം മുമ്പത്തെ നിന്റെ റൈഷാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി. നിയമങ്ങൾ മാറുന്നതിന് ഞാൻ എന്ത് ചെയ്യാം? അതെ അതെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ ഐഡിയ പറഞ്ഞു തന്നതിന് അങ്ങനെ ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോ പല ആളുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരാറുണ്ട്. സന്തോഷമുണ്ട് സാർ, ഞങ്ങൾ കണ്ടോളാം. ഞങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ ഒരു കാര്യം, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു 2000 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ മുറ പോലെ എങ്ങനെയാണെങ്കിലും അതുപോലെ നടക്കും. നല്ല കാര്യത്തിനല്ലേ സാർ? അതെ അതെ. 1000 ഉണ്ട്. ഒരു 1000 കൂടെ തന്നോളൂ. അപ്പൊ ലോലിത, അപ്പൊ 4000 റുപ്യ എഴുതി വെച്ചേക്കണം കേട്ടോ. പോട്ടെ സാർ. ഓ ശരി ശരി. ഓ സന്തോഷം. എല്ലാം ശരിയാവും കേട്ടോ. സാർ ഒന്ന് ഇതുവരെ ഒന്ന് ഇവിടെ ഒന്ന് എണീറ്റ് നിൽക്കോ സാർ? എന്താണ് ഇവിടെ നിൽക്കോ സാർ? കാര്യം എന്താ പറയൂ? നിൽക്കണേ സാർ. എന്താണ്? അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ഒന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് ചെയ്തു തരാം കേട്ടോ. സന്തോഷമായിട്ട് പോയിക്കോ. മതി 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 ഓ മതി മതി മതി. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഇട്ടിട്ട് പോകും. പിഞ്ച് ഹൃദയമല്ലേ സാർ? ഓ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഞാൻ എന്റെ വീട്ടിൽ പോവാം, നീ നിന്റെ വീട്ടിലും പോ. ഇനിയെങ്കിലും ഒന്ന് കരയാതിരിക്കേ. ഞാൻ 1 മാസം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ചിരിക്കേ ചിരിക്കേ. ഞാൻ 1 മാസം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? പിന്നെ ജീവിതം ന്യായം